എന്താണ് ഫോബിയ? ഫോബിയ എന്ന് വെച്ചാൽ അൺറിസർവ്ഡ് ഒരു കാരണവുമില്ലാത്ത പേടിയാണ് ടു എ സ്പെസിഫിക് ഒബ്ജക്റ്റ്, സിറ്റുവേഷൻ ഓർ ആക്ടിവിറ്റി. ഓക്കെ, ഫോബിയക്ക് ചില പ്രത്യേകതകളുണ്ട്. ഫോബിയ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്ന സർക്കംസ്റ്റാൻസസിന് പ്രത്യേകിച്ച് ഇതുമായിട്ട് ഒരു പ്രൊപ്പോർഷൻ ഒന്നും ഉണ്ടാകത്തില്ല, ഡിസ്പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കും. പിന്നെ ഇൻഡിവിജ്വലി ഈ ഫോബിയ ഉള്ള ഇൻഡിവിജ്വലി ഇത്തരം ഒബ്ജക്റ്റിനെ, ആക്ടിവിറ്റിയെ, സിറ്റുവേഷനൊക്കെ മാക്സിമം ഈ ഇൻഡിവിജ്വലിൻ്റെ വിൽ പവർ കൊണ്ട് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. റീസണിങ് സ്കിൽസും ഇതിന് വലിയ പ്രയോജനമൊന്നും ചെയ്യത്തില്ല. അടുത്തത് ക്ലാസിഫിക്കേഷൻ: എഗോഫോബിയ, സോഷ്യൽ ഫോബിയ, സ്പെസിഫിക് ഫോബിയ, അത് ഫോബിക് ആൻസൈറ്റി ഡിസോർഡർ അൺസ്പെസിഫൈഡ്. അടുത്തത് ടൈപ്സ് ഓഫ് ഫോബിയ: സിമ്പിൾ ഫോബിയ, സോഷ്യൽ ഫോബിയ, എഗോഫോബിയ. ഇനി സിമ്പിൾ ഫോബിയ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സിമ്പിൾ ഫോബിയ എന്ന് പറഞ്ഞാൽ ഇറേഷണൽ ഫിയർ ഓഫ് എ സ്പെസിഫിക് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ സ്റ്റിമുലസ്. സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനോടോ സ്റ്റിമുലസിനോടോ ഉള്ള ഒരു പേടിയാണ്. ഇത് ചൈൽഡ്ഹുഡിലാണ് കോമൺ ആയിട്ട് കാണുന്നത്. ഇത് ടീനേജ് വരെ പെർസിസ്റ്റ് ചെയ്യും, ചിലവരിൽ അഡൾട്ട്ഹുഡ് വരെ പെർസിസ്റ്റ് ചെയ്യും. ഇനി സിമ്പിൾ ഫോബിയൻ്റെ എക്സാമ്പിൾസ്: എക്ട്രോഫോബിയ, ഹൈറ്റിനോടുള്ള പേടി; ഹെമറ്റോഫോബിയ, ബ്ലഡ് കാണുന്നതിനോടുള്ള പേടി; എയ്ഡ്സ് ഫോബിയ, എയ്ഡ്സിനോടുള്ള പേടി; ഇൻസെക്ടോഫോബിയ, ഇൻസെക്റ്റിനോടുള്ള പേടി; സൂഫോബിയ, ആനിമൽസിനോടുള്ള പേടി; ഗാമോഫോബിയ, മാരേജിനോടുള്ള പേടി; ആൽഗോഫോബിയ, പെയിനിനോടുള്ള പേടി, അതായത് വേദനയോടുള്ള പേടി. സിമ്പിൾ ഫോബിയയുടെ സൈൻസ് ആൻഡ് സിംറ്റംസ്: ഒന്നാമത്തത് ഇറാഷണൽ പെർസിസ്റ്റന്റ് ഫിയർ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഓർ സിറ്റുവേഷൻ, യുക്തിരഹിതമായിട്ടുള്ള നീണ്ടു നിൽക്കുന്ന പേടി. അടുത്തത് ഇത്തരം സിറ്റുവേഷനോടോ ഒബ്ജക്റ്റിനോടോ കോൺടാക്റ്റിൽ വരുമ്പോൾ പെട്ടെന്നൊരു ആൻസൈറ്റി ഉണ്ടാകും. പിന്നെ ലോസ് ഓഫ് കൺട്രോൾ, ഫെയിൻറ്റിങ്, പാനിക് റെസ്പോൺസ് ഉണ്ടാകും. പിന്നെ ഇത്തരം ഫിയർഫുൾ സ്റ്റിമുലസ് ഉള്ള ആക്ടിവിറ്റീസിൽ നിന്ന് വിട്ടു നിൽക്കും. പിന്നെ ഇത്തരം ഫിയർഫുൾ സ്റ്റിമുലസിനെ പറ്റിയിട്ട് ആലോചിക്കുമ്പോൾ ആൻസൈറ്റി ഉണ്ടാകും. ഇത്തരം ആൻസൈറ്റി ഉണ്ടാകുന്നതിനെ പറ്റിയിട്ട് ടെൻഷൻ അടിക്കും. സോഷ്യൽ ഫംഗ്ഷനിങ്ങും വർക്ക് ഫംഗ്ഷനിങ്ങും ഇമ്പയർഡ് ആകും. അടുത്തത് സോഷ്യൽ ഫോബിയ: മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പെർഫോം ചെയ്യാനോ മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനോ ഉള്ള യുക്തിരഹിതമായിട്ടുള്ള പേടിയാണ് സോഷ്യൽ ഫോബിയ. മറ്റുള്ളവർ തൻ്റെ പ്രവർത്തനത്തെ ക്രിറ്റിസൈസ് ചെയ്യുന്നതും താൻ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുന്നൊക്കെയുള്ള ഭയങ്കരമായിട്ടുള്ളൊരു പേടി പേഷ്യൻ്റ് ഉണ്ടാകും. സോഷ്യൽ ഫോബിയയുടെ സൈൻസ് ആൻഡ് സിംറ്റംസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള കാര്യങ്ങളായിരിക്കും. ഒന്ന്, ഹൈപ്പർ വെന്റിലേഷൻ, പെട്ടെന്ന് ശ്വാസം എടുക്കും വിടുകയും ചെയ്യുന്നത്. പിന്നെ സ്വെറ്റിങ്, കോൾഡ് ക്ലാമി ഹാൻഡ്സ്, ബ്ലഷിങ്, പാൽപിറ്റേഷൻ, കൺഫ്യൂഷൻ, ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ സിംറ്റംസ്, യൂറിനറി അർജൻസി, മസിൽ ടെൻഷൻ, ആൻറ്റിസിപ്പേറ്ററി ആൻസൈറ്റി, പേടി, ഒരു ചമ്മൽ, അതൊക്കെ ഉണ്ടാക്കും. ഒരു പബ്ലിക് സ്പീച്ചിൻ്റെ അല്ലെങ്കിൽ സോഷ്യൽ ഇവൻസിൻ്റെ ഒക്കെ തൊട്ട് മുമ്പായിരിക്കും ഈ ആൻറ്റിസിപ്പേറ്ററി ആൻസൈറ്റി ഒക്കെ ഉണ്ടാകുന്നത്. ഈ ഒരു ആൻസൈറ്റി കാരണം അവർ ഫെയിലാകാനുള്ള സാധ്യത കൂടുതലാണ് ആ ഒരു റിയൽ സിറ്റുവേഷനിൽ. പിന്നെ ഇത്തരം ആൾക്കാർക്ക് ജോബ് പെർഫോമൻസ് ഒക്കെ വളരെ മോശമായിരിക്കും. ഫ്രണ്ട് സർക്കിളൊക്കെ തീരെ ഉണ്ടാവത്തില്ല ചിലപ്പോൾ. പിന്നെ ഇവരുടെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പൊക്കെ വളരെ മോശമായിരിക്കും. അടുത്തത് എഗോരാഫോബിയ. ഇതെന്ന് വെച്ചാൽ ഇറാഷണൽ ഫിയർ ഓഫ് ബീയിങ് ഇൻ എ പ്ലേസ് അവേ ഫ്രം ദി ഫെമിലിയർ സെറ്റിങ്സ് ഓഫ് ഹോം, ഇൻ ക്രൗഡ്സ് ഓർ ഇൻ എ സിറ്റുവേഷൻ ദാറ്റ് ദി പേഷ്യൻറ്റ് കനോട്ട് ലീവ് ഈസിലി. പെട്ടെന്ന് ലീവ് ചെയ്യാൻ പറ്റാത്ത, എസ്കേപ്പ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ അല്ലെങ്കിൽ പ്ലേസിൽ അകപ്പെട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഹോമിൽ നിന്ന് ഭയങ്കര ദൂരെ, വീട്ടിൽ നിന്ന് ഭയങ്കര ദൂരമുള്ള സ്ഥലങ്ങളിൽ എത്തിപ്പെടുമ്പോഴൊക്കെയാണ്. എഗോറോഫോബിയ അധികമായി കഴിഞ്ഞാൽ പേഷ്യൻസ് വീടിൻ്റെ ഉള്ളിൽ അടച്ചുപൂട്ടിയിരിക്കുന്ന അവസ്ഥയിലെത്തിപ്പം സ്വന്തമായിട്ടൊരു സെൽഫ് ഇംപ്രസൺമെൻ്റ് അവസ്ഥയിലെത്തും. അടുത്തത് എഗോഫോബിയയുടെ സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ്. ഒന്നാമത്തത് പേഷ്യൻറ്റിന് ഭയങ്കരമായിട്ട് പബ്ലിക് അല്ലെങ്കിൽ ഓപ്പൺ സ്പേസിനോട് പേടി ഉണ്ടാകും. പേഷ്യൻ്റെ പേടി എന്തായിരിക്കും എന്ന് വെച്ചാൽ തന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും ഉണ്ടാവത്തില്ല. അപ്പോഴേ പേഷ്യൻ്റ് ഇത്തരം സ്ഥലങ്ങൾ, പബ്ലിക് പ്ലേസസ് ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് വീട്ടിൽ തന്നെ അടച്ചുപൂട്ടി ഇരിക്കാൻ തുടങ്ങും. പിന്നെ ഇനി പാനിക് ഡിസോർഡർ കൂടി അക്കമ്പൈനഡ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പേഷ്യൻറ്റ് ഭയങ്കര പേടിയായിരിക്കും. ഈ സ്ഥലങ്ങളിൽ നിന്നും പാനിക് അറ്റാക്സ് വരും. അപ്പോഴത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നാണം കെടും, തന്നെ സഹായിക്കാൻ ആരും ഉണ്ടാകത്തില്ല എന്നുള്ള ഭയങ്കര പേടി. എത്തിയോളജി ഓഫ് ഫോബിയ, അതിൽ ഫസ്റ്റ് സൈക്കോ ഡൈനാമിക് തിയറിയാണ്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആൻസൈറ്റിനെ സാധാരണ രീതിയിൽ ഡീൽ ചെയ്യുന്നത് റിപ്രഷനാണ്, അതായത് അടിച്ചമർത്തൽ. ഈ ഒരു അടിച്ചമർത്തൽ ഫെയിൽ ആകുന്ന ടൈമിൽ സെക്കൻഡറി ഡിഫൻസ് മെക്കാനിസം ഓഫ് ഈഗോ ആക്ട് ചെയ്യാൻ തുടങ്ങും. ഫോബിയയുടെ കേസിൽ ഈ സെക്കൻഡറി ഈഗോ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അതായത് ഈ ഒരു ഫ്രൈറ്റനിങ് ഒബ്ജക്റ്റിൻ്റെ മേലുള്ള ആൻസൈറ്റി മറ്റൊരു ന്യൂട്രൽ ഒബ്ജക്റ്റിലേക്ക് ഷിഫ്റ്റ് ആകും. ഇത് രണ്ട് തമ്മിൽ, ഈ ഒരു ന്യൂട്രൽ ഒബ്ജക്റ്റും ഈ ഫ്രൈറ്റനിങ് ഒബ്ജക്റ്റും തമ്മിൽ ഒരു സിംബോളിക് കണക്ഷൻ ഉണ്ടാകും. ഈ ഒരു ന്യൂട്രൽ ഒബ്ജക്റ്റ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് സിമ്പിളായിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നായിരിക്കും നമ്മുടെ ഈ ഫ്രൈറ്റനിങ് ഒബ്ജക്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റിനെ കാണുമ്പോൾ, ഈ ന്യൂട്രൽ ഒബ്ജക്റ്റിനെ കാണുമ്പോഴൊക്കെ ഈ ഒരു ആൻസൈറ്റി അവിടെ ക്രിയേറ്റ് ചെയ്യുകയും ഫോബിയ ഉണ്ടാകുകയും ചെയ്യുന്നത്. ഇനി ലേണിംഗ് തിയറിയാണ്. ഇതിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ് പറയുന്നത്. ഇത് പ്രകാരം ഒരു സ്ട്രെസ്ഫുൾ സ്റ്റിമുലൈ ഒരു അൺകണ്ടീഷണൽ റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇവിടെ ഫിയർ. ഈ ഒരു സ്ട്രെസ്ഫുൾ സ്റ്റിമുലൈ ഒരു ഹാംലെസ് ഒബ്ജക്റ്റുമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് പെയർ ആവുകയാണെങ്കിൽ ഈ ഹാംലെസ് ഒബ്ജക്റ്റ് അടുത്ത തവണ ഫിയർ ഉണ്ടാക്കും. ഈ ഒരു ഫിയർ കാരണം ഈ ഹാംലെസ് ഒബ്ജക്റ്റിനെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങിയാൽ അത് ഫോബിയ ആയിട്ട് മാറും.
അടുത്തത് കോഗ്നിറ്റീവ് തിയറി ആണ്. ഇത് പ്രകാരം ആൻസൈറ്റിക്ക് കാരണം ഒരു തെറ്റായിട്ടുള്ള ധാരണ, തെറ്റായിട്ടുള്ള അറിവാണ് ഫോൾട്ടി കോഗ്നിഷൻ. അല്ലെങ്കിൽ പിന്നെ ഈ ആൻസൈറ്റി ഇൻഡ്യൂസിങ് സെൽഫ് ഇൻസ്ട്രക്ഷൻസ്, അതായത് സ്വന്തമായിട്ട് ഇൻസ്ട്രക്ഷൻസ് നൽകുക, അതായത് ഈ കാര്യങ്ങളൊക്കെ ആൻസൈറ്റി ഉണ്ടാക്കുന്നത്. ഒരു ഇൻഡിവിജ്വലിൻ്റെ നെഗറ്റീവ് അല്ലെങ്കിൽ ഇറാഷണൽ ആയിട്ടുള്ള ചിന്തകൾ ഒരു ആൻസൈറ്റി പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ പേഷ്യൻ്റ് അവോയ്ഡൻസ് ബിഹേവിയർ കാണിക്കാൻ തുടങ്ങും. ഇത് ഫോബിയക്ക് കാരണമാക്കുന്നത്. അടുത്തത് ഡയഗ്നോസിസ് ഓഫ് ഫോബിയ ആണ്. പ്രത്യേകിച്ച് ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഒന്നുമില്ല. ICD-10 ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ഡയഗ്നോസിസ് കൺഫേം ചെയ്യുന്നത്. പിന്നെ ഒരു ഹിസ്റ്ററി ഓഫ് ആൻസൈറ്റി ഉണ്ടാകും എന്തെങ്കിലും ഒരു സിറ്റുവേഷനോട്, സ്പെസിഫിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ഒബ്ജക്റ്റിനോട് എക്സ്പോസ്ഡ് ആക്കുമ്പോൾ. അടുത്തത് ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ്. ഫസ്റ്റ് ഫാർമക്കോതെറാപ്പി വരുന്നുണ്ട്. ബെൻസോഡയസ്പെൻസ് കൊടുക്കും, ക്ലോണാസിപ്പം, ലോറസിപ്പം അതൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ആൻറ്റി ഡിപ്രസൻസ് കൊടുക്കുന്നുണ്ട്, ലൈക്ക് സർട്ടാലിൻ, ഇമിപ്രാമിൻ ഒക്കെ. അടുത്തതാണ് ബിഹേവിയറൽ തെറാപ്പി. ഇതിൽ വരുന്നതാണ് ഡീസെൻസിറ്റൈസേഷൻ തെറാപ്പി, അതായത് ആ സെൻസ് ഒന്ന് കംപ്ലീറ്റ്ലി മാറ്റുക. ഇതിൽ ചെയ്യുന്നതാണ് പേഷ്യൻറ്റിന് റിലാക്സേഷൻ ടെക്നിക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓരോ സ്ട്രെസ് ഇൻഡ്യൂസിങ് ആയിട്ടുള്ള സ്റ്റിമുലസ് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ അങ്ങോട്ടേക്ക് കൊണ്ടുവരും. അങ്ങനെ പതിയെ 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 പേഷ്യൻ്റ് അതിനോടുള്ള പേടി മാറ്റിക്കും. പിന്നെ അടുത്തത് റോൾ പ്ലേയിങ് ആണ് ഇൻ ഗൈഡഡ് ഇമേജിനറി. ഇതിലാണെങ്കിൽ ഇങ്ങനൊരു സ്ട്രെസ്ഫുൾ സ്റ്റിമുലസ് അല്ലെങ്കിൽ സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നതിൻ്റെ റിഹേഴ്സൽ നടത്തിക്കും. പിന്നെ അസേർട്ടീവ് ട്രെയിനിങ് കൊടുക്കും. പിന്നെ മോഡലിംഗ് ബിഹേവിയർ, അതായത് മറ്റൊരാളെ കാണാൻ വേണ്ടി പേഷ്യനെ അലോ ചെയ്യും. അതായത് മറ്റൊരാൾ നോർമലി എങ്ങനെയാണ് ആ ഒരു ഫിയർഡ് സിറ്റുവേഷനെ, അല്ലെങ്കിൽ ആ ഒരു നോർമൽ സിറ്റുവേഷൻ ആയിരിക്കും പേഷ്യൻ്റ് ഫിയർഡ് ആയിട്ടുള്ള സിറ്റുവേഷനെ പ്രോപ്പറായിട്ട് നമ്മൾ നേരിടുന്നത്, എന്താണ് ഒരു റിയാക്ഷൻ കൊടുക്കുന്നതെന്നൊക്കെ പേഷ്യനെ കാണിച്ചു കൊടുക്കും. പിന്നെ അടുത്തത് കോഗ്നിറ്റീവ് ബിഹേവിയറൽ ടെക്നിക്കാണ്. ഇതിൽ വരുന്നതാണ് നെഗറ്റീവ് തോട്ട് സ്റ്റോപ്പിംഗ് ആണ്. ഇതിലാദ്യം പേഷ്യൻ്റ് നെഗറ്റീവ് തോട്ട്സ് എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കും. അതിനുശേഷം ഒരു ഡിസ്ട്രാക്റ്റിംഗ് ആയിട്ടുള്ള ഇൻറ്റൻസ് ഡിസ്ട്രാക്റ്റിംഗ് സ്റ്റിമുലസ് നൽകും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ റിസ്റ്റിൽ പെട്ടെന്ന് ഒരു റബ്ബർ ബാൻഡ് ടൈറ്റ് ആയിട്ടിടും ഈ ഒരു തോട്ട് വരുന്ന സമയത്ത്. അപ്പോൾ ആ ഒരു ഇത് അങ്ങോട്ടേക്ക് ഡീവിയേറ്റ് ചെയ്ത് പോകും. ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ 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 ഇത് ചെയ്ത് ആ ഒരു തോട്ട്, ആ ഇൻറ്റൻസ് ഇതില്ലാതെ തന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പേഷ്യൻ്റ് പറ്റും. അടുത്തത് സൈക്കോ തെറാപ്പിയാണ്. ഇതിൽ സപ്പോർട്ടീവ് സൈക്കോ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പിൻ്റെയും ഫാർമക്കോ തെറാപ്പിൻ്റെയും കൂടെ കൊടുക്കും. ഇതിൽ വരുന്ന കാര്യങ്ങളാണ്: ഒന്ന് വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫീലിങ്സ്, പേഷ്യൻ്റെ ഫീലിങ്സ്, ഇമോഷൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യിക്കും ഫ്രീ ആയിട്ട്. പിന്നെ എൻവയോൺമെൻറ്റൽ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എൻവയോൺമെൻറ്റ് മോഡിഫൈ ചെയ്യും പേഷ്യൻ്റെ ഒരു കംഫർട്ടിനനുസരിച്ച്. പെർസുവേഷൻ എന്ന് പറഞ്ഞാൽ തെറാപ്പിസ്റ്റ് പേഷ്യൻ്റെ ബിഹേവിയർ മോഡിഫൈ ചെയ്യാൻ നോക്കും റീസണിങ്ങിലൂടെ. പിന്നെ റീ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേറ്റ് ദി പേഷ്യൻ്റെ പ്രോബ്ലത്തെ പറ്റിയിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യിക്കുക, പിന്നെ കോപ്പിങ്ങിനെ പറ്റിയിട്ടൊക്കെ. പിന്നെ റീഅഷുറൻസ് എന്ന് പറഞ്ഞാൽ ഒരു സപ്പോർട്ട് കൊടുക്കുക, കോൺഫിഡൻസ് കൊടുക്കുക, പിന്നെ പ്രൊമോട്ട് ഹോപ്പ്. പിന്നെ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റെ കണ്ടീഷന്, സിംറ്റംസ്, കോഴ്സൊക്കെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. പിന്നെ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതിൻ്റെ മാനേജ്മെൻറ്റിനെ പറ്റിയിട്ടൊക്കെ പേഷ്യൻ്റ് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യുക. ഇനി നഴ്സിംഗ് മാനേജ്മെൻ്റ് ആണ്. നഴ്സിംഗ് മാനേജ്മെൻറ്റിൽ ഫസ്റ്റ് ഡയഗ്നോസിസ് വരുന്നത് ഫിയർ റിലേറ്റഡ് ടു സ്പെസിഫിക് സ്റ്റിമുലസ്, അതായത് സിമ്പിൾ ഫോബിയയിലാണെങ്കിൽ ഓർ കോസിങ് എംബ്രേസ്മെൻറ്റ് ടു സെൽഫ് ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ് എവിഡൻസ്ഡ് ബൈ ബിഹേവിയർ ഡയറക്റ്റഡ് ടുവേർഡ്സ് അവോയ്ഡൻസ് ഓഫ് ഫിയർഡ് ഒബ്ജക്റ്റ് ഓർ സിറ്റുവേഷൻ. പേടി ഉണ്ടാക്കുന്നത് മറ്റേ നമ്മുടെ സിമ്പിൾ അല്ലെങ്കിൽ സോഷ്യൽ ഫോബിയ ഒക്കെ. ഇനി എന്തൊക്കെയാണ് ഇൻ്റർവെൻഷൻ? ഒന്നാമത്തത് പേഷ്യൻ്റ് സേഫ് ആണെന്ന് റീഅഷ്യൂർ ചെയ്യുക പേഷ്യൻ്റ് ദാറ്റ് ഹീ ഈസ് സേഫ്. പിന്നെ എക്സ്പ്ലോർ ദി പെർസെപ്ഷൻ ഓഫ് ഫീലിംഗ് ഓഫ് ത്രെറ്റ് ടു ഫിസിക്കൽ ഇൻറ്റഗ്രിറ്റി അല്ലെങ്കിൽ ത്രെറ്റ് ടു സെൽഫ് കോൺസെപ്റ്റ്. എന്തൊക്കെയാണ് പേഷ്യൻ്റെ പെർസെപ്ഷൻ എന്ന് നോക്കുക. പിന്നെ പേഷ്യൻറ്റിനെ കോപ്പിംഗ് സ്ട്രാറ്റജീസ് സെലക്ട് ചെയ്യുന്നതിൽ പേഷ്യൻറ്റിന് പ്രയോറിറ്റി എടുക്കുക. അതായത് പേഷ്യൻറ്റിനോട് ഡിസിഷൻ മേക്ക് ചെയ്യാൻ പറയുക. ഇതിൽ ചിലപ്പം പേഷ്യൻ്റ് ആ ഒരു ഒബ്ജക്റ്റിനെ, ആ ഒരു സിറ്റുവേഷനെ അവോയ്ഡ് ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ പിന്നെ ആ ഒരു ഫിയറിനെ എലിമിനേറ്റ് ചെയ്യാൻ നോക്കും. ഫിയറിനെ എലിമിനേറ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഡീസെൻസിറ്റൈസേഷൻ പോലുള്ള തെറാപ്പീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. പിന്നെ പേഷ്യൻറ്റിനെ അണ്ടർലൈൻ കോസ് ഓഫ് ഫിയർ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി എൻകറേജ് ചെയ്യുക. ഇനി സെക്കൻഡ് നഴ്സിംഗ് ഡയഗ്നോസിസ് സോഷ്യൽ ഐസൊലേഷൻ റിലേറ്റഡ് ടു ഫിയർ ഓഫ് ബീങ് ഇൻ എ പ്ലേസ് ഫ്രം വിച്ച് വൺ ഈസ് അൺഎബിൾ ടു എസ്കേപ്പ് എവിഡൻസ്ഡ് ബൈ സ്റ്റേയിങ് അലോൺ, റിഫ്യൂസിങ് ടു ലീവ് ദി റൂം ഓർ ഹോം. തനിക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റാത്ത സ്ഥലത്ത് അകപ്പെട്ടു പോകുമെന്നുള്ള പേടി കാരണം ഇവിടെ തന്നെ വീട്ടിൽ തന്നെ ഇരിക്കുക, അല്ലെങ്കിൽ എവിടെയും പോകാതിരിക്കുക. ഇനി ഇൻ്റർവെൻഷൻസ് ആണ്. ഇതിൽ ഫസ്റ്റ് വരുന്നത് കൺവേയൻ ആക്സെപ്റ്റിംഗ് ആറ്റിറ്റ്യൂഡ്, അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്സ് കൊടുക്കുക, പേഷ്യൻറ്റിനോട് ഹോണസ്റ്റ് ആയിരിക്കുക, പേഷ്യൻറ്റിന് കൊടുത്ത പ്രോമിസ് കീപ്പ് ചെയ്യുക. പേഷ്യൻറ്റിന് പേടിയുള്ള ആക്ടിവിറ്റീസിൽ പോകുമ്പോൾ പേഷ്യൻ്റെ കൂടെ പോകുക. പിന്നെ ആൻസൈറ്റി മെഡിക്കേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അഡ്മിനിസ്റ്റർ ചെയ്യുക. പിന്നെ പേഷ്യൻറ്റിനോട് ഈ ഒരു ആൻസൈറ്റി വരുന്ന ടൈമിൽ, ഇൻക്രീസിങ് ആൻസൈറ്റിയുടെ ടൈമിൽ പേഷ്യൻ്റ് ഉണ്ടാകുന്ന സയൻസ് ആൻഡ് സിംറ്റംസ് ഒക്കെ ഡിസ്കസ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഈ റെസ്പോൺസിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്സ് പഠിപ്പിച്ച് കൊടുക്കുക, ലൈക്ക് റിലാക്സേഷൻ ടെക്നിക്സ് ഒക്കെ. പിന്നെ പേഷ്യൻറ്റിനോ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുക, ഇപ്പം വോളണ്ടറി ഇൻട്രഡക്ഷൻ തയ്യാറായാൽ. സോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ബാക്കി അടുത്ത വീഡിയോയിൽ. താങ്ക് യു, ബൈ.